അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്യാമറ ഓൺ ചെയ്യുകയാണ്. ജീവിതം ഒരുപാട് മാറി, പക്ഷെ ഒരു കാര്യം മാറിയിട്ടില്ല. കഥകൾ പറയാനുള്ള എൻ്റെ ആഗ്രഹം, നിങ്ങളോട് സംസാരിക്കാനുള്ള എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. ഇതൊരു പുതിയ തുടക്കമാണ്. വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഫ്രെയിം ടൈംസ് വ്ളോഗ്സ്. എൻ്റെ ഇതിനു മുമ്പ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാം, കഴിഞ്ഞ കൊല്ലം പെരുന്നാളിനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിനുശേഷം വീഡിയോസൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ കൊല്ലത്തെ പെരുന്നാളിൻ്റെ വീഡിയോയുടെയാണ് നമ്മുടെ ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് തുടങ്ങുന്നത്. അപ്പോൾ അതെ, നമ്മുടെ തിരുഹൃദയ പെരുന്നാൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ കൊടി കയറാനുള്ള കൊടിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വെഞ്ചേരിച്ച് കൊടിമരത്തെ കൊണ്ടുപോയി കൊടി കയറ്റുന്നതോടെ ഇനി പ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ കാഴ്ചകളും പ്രാർത്ഥനാപരമായ അനുഭവങ്ങളും ആരംഭിക്കുകയാണ്. ഈ പ്രാവശ്യം ദൈവകൃപയാൽ ഞാനും ഒരു പ്രസിഡൻറ്റ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ആയി, ഈ പ്രാവശ്യവും കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, ഞാൻ പ്രസിഡൻറ്റാണ്. അപ്പോൾ ആ കൊടിമരത്തിൽ കൊടി കയറ്റുന്നത്, കൊടി കയറുന്നതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി കൊടിമരത്തിൽ കൊടി കയറുന്നതിൻ്റെ ആ ഒരു കാഴ്ചകളും ഈ ഒരു 3 ദിവസം നീണ്ടിരിക്കുന്ന പെരുന്നാളിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ഈ നിമിഷം മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും തിരുഹൃദയ പള്ളിയിലെ തിരുഹൃദയ പെരുന്നാളിലേക്ക് കൃത്യമായ സ്വാഗതം. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോഴേക്കും ഇതൊരു അതിശയോക്തിയായി തോന്നും, പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പള്ളിയിൽ ഞങ്ങൾ പെരുന്നാൾ എപ്പോൾ നടത്തുന്നു ആ ഒരു സമയത്ത് മഴ, അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രതിനിധീകരണമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മഴ ഉറപ്പാണ്. ഇതേപോലെ തന്നെ കൊടി ഉയർത്തുമ്പോഴും കൊടി താഴ്ത്തുമ്പോഴും ഞങ്ങൾക്ക് മഴ, ആ ഒരു മഴയിലൂടെ ഞങ്ങളുടെ തിരുഹൃദയനാഥൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെ, എല്ലാ കൊല്ലത്തെയും പതിവ് തെറ്റിക്കാതെ ഈ പ്രാവശ്യവും മഴയോടെ തന്നെയാണ് നമ്മുടെ കൊടിയുയർത്തൽ ചടങ്ങ് നടക്കുന്നത്. കൊടിയുയർത്തലിന് വന്ന ആളുകളെല്ലാവരും പുറകിലകിച്ച് നീങ്ങിയൊക്കെ നിൽക്കണം. കുട ഉള്ളവരൊക്കെയാണ് അടുത്ത് വന്നുള്ളൂ. എനിക്ക് ഫ്രണ്ടിൽ കുട കിട്ടിയോണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കൊടി കയറ്റുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ കർത്താവിലേക്ക് സമർപ്പിക്കാം. കൊടി ഉയർത്തട്ടെ. അങ്ങനെ കൊടിയുയർത്തലിന് ശേഷം ദിവ്യകുർബാന ഉണ്ടായിരുന്നു. പക്ഷേ പ്രസിഡൻറ്റ് വാഴ്ചയുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനും പ്രസിഡൻറ്റായി നിൽക്കണമുണ്ട്. പ്രസിഡൻറ്റ് വാഴ്ച എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അതിന് നിങ്ങൾ തന്നെ ക്ഷമിക്കണം. കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ അതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം പിന്നെ വളരെ സന്തോഷകരമായ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഞങ്ങളുടെ കോയർ ഗ്രൂപ്പ് ആദ്യമായിട്ടൊക്കെ കുറച്ച് പരിപാടികളൊക്കെ അവതരിപ്പിച്ചായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. അപ്പോൾ ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടാവും. എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.